ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഡൽഹിയിൽ നിന്നും വരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ മിഷൻ്റെ ഭാഗം ആയിട്ട് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന അവരിൽ നിന്നും വാർത്ത വരുന്നു. അതായത് എലോൺ മസ്ക്, AI ന്യൂ ജനറേഷൻ്റെ ടെക്നോളജി ഫാദർ, ലോകത്തെ ഡിസ്റപ്ഷൻ എന്ന സംഭവം ഏറ്റവും കൂടുതൽ നടത്തിയ ആൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചീഫ് അഡ്വൈസർ അല്ലെങ്കിൽ ടെക്നോളജി അഡ്വൈസറായിട്ട് വരുമോ ഇല്ല, ഇതാണ് ചർച്ച. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നെ ട്വീറ്റ് ചെയ്തു. പല ആവർത്തി എലോൺ മസ്കുമായിട്ട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി താമസിച്ചത്. ആ സമയത്ത് എലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ 4ഓളം കുട്ടികളുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ വരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹം അപ്പോളജി ചെയ്ത്, കാരണം ഇലക്ഷന് മുമ്പ് അദ്ദേഹം ഇന്ത്യയിൽ വരുമെന്നും അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്ത്. പിന്നീട് അത് വരാൻ പറ്റിയില്ല, ചൈനീസ് സമ്മർദ്ദം എന്ന് പല രീതിയിൽ പല വാക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് അതൊന്നുമല്ല. അതായത് ഇദ്ദേഹം അമേരിക്കയുടെ എഫിഷ്യൻസിയുടെ ചാർജായിരുന്നു. അത് അദ്ദേഹം റിസൈൻ ചെയ്ത് വലിയ കോൺട്രവേഴ്സി ഉണ്ടാകുന്നു അമേരിക്കയിൽ. പല ആളുകളുടെയും ജോലികൾ തെറിക്കുന്നു. പല സെക്ടറിൽ ഫെഡറൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ബേസിൽ പല ആൾക്കാരുടെയും ജോലികൾ തെറിക്കുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ റിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇതിന് ട്രംപിൻ്റെ ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി ട്രംപിൻ്റെ ഇൻസിസ്റ്റൻസ് ഉണ്ട് എന്നും പറയുന്നു. പിന്നെ യഥാർത്ഥ സ്ഥിതി വരാനുള്ള ദിവസങ്ങളിൽ 4-5 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചീഫ് അഡ്വൈസറായിട്ട് അദ്ദേഹം ചാർജ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. മനസ്സിലാക്കേണ്ടത് എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരാൾ, അതേപോലെ ഒരാൾ ഇന്ന് വരെ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഏതൊക്കെ ഫീൽഡിൽ കൈവച്ച അവിടെയൊക്കെ സക്സസ് എന്നല്ല, 1000% ആണ് സക്സസ്. ഇപ്പോൾ സ്പേസിലാണെങ്കിലും മൊബൈൽ ഓപ്പറേഷൻ്റെ ഡാറ്റ ഓപ്പറേഷനിലാണെങ്കിലും ഏതൊക്കെ ഫീൽഡിൽ നമുക്കത്, ഇപ്പോൾ ഇലക്ട്രിക് കാറാണെങ്കിലും ഡ്രൈവർ ഇല്ലാത്ത കാറാണെങ്കിലും ടെക്നോളജി ഫ്രണ്ടിലാണെങ്കിലും AI ഉപയോഗിച്ച് അദ്ദേഹം കണ്ടുപിടിച്ച ന്യൂറോ സയൻസ് ആണെങ്കിലും ന്യൂറോളജിക്കൽ AI ആണെങ്കിലും ചിപ്പ്, ഇതിനൊന്നും പകരം വെക്കാൻ, മുമ്പിൽ വെക്കാൻ ഒരാളെ പോലും നമുക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗ്ലോബലായിട്ട് വലിയ അക്സെപ്റ്റൻസ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ചില ട്വീറ്റുകൾ ലോകത്തിൻ്റെ പൊളിറ്റിക്സ് തന്നെ മാറി. ജർമ്മൻ പൊളിറ്റിക്സ് മാറി, ബ്രിട്ടീഷ് പൊളിറ്റിക്സ് മാറി, ഫ്രാൻസിൻ്റെ പൊളിറ്റിക്സ് മാറുന്നു. കാരണം അത്രമാത്രമാണ് ലോകത്തിലെ ചെറുപ്പക്കാർക്കും ന്യൂ ജനറേഷനും എലോൺ മസ്കിനോടുള്ള ആ വിശ്വാസം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ്റെ ആളാണ്. അപ്പോൾ എലോൺ മസ്ക് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ പ്രത്യേകിച്ച് പല വെർട്ടിക്കൽസും പല കമ്പോണൻസും പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് അമേരിക്കയുടെ ട്രേഡ് വാർ ചൈനയുമായിട്ട്, ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇപ്പോൾ ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയുടെ പ്രാധാന്യം, ഇന്ത്യ ഇപ്പം 5ാമത്തെ സ്ഥാനമാണ്. എന്നാണത് സൂപ്പർ പവറായിട്ട് 2ാം സ്ഥാനവും 3ാം സ്ഥാനവും കയറി വരുന്നത്. ഇതിനൊക്കെ പ്രാധാന്യം പലതും ഉണ്ട്. കാരണം അമേരിക്കൻ ടാരിഫ് ചൈനയുമായിട്ടുള്ള പ്രശ്നം മുമ്പിൽ വെച്ച് കാണുകയാണെങ്കിൽ, അപ്പോൾ എന്തായിരിക്കും ഈ അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ് ഈ പറയുന്ന എലോൺ മസ്ക്. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മോദിയാണെങ്കിലും BJPയും വലതുപക്ഷ രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിന് ഇന്ത്യക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ചൈനയുടെ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള എനിമി, ലോകത്ത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത അലയൻസ് പാർട്ട്ണർ, അമേരിക്കൻ ബിസിനസ് വരാനുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നതും ട്രേഡ് നടക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായിട്ട് ഇന്ത്യ അമേരിക്കൻ മാറാൻ പോവുകയാണ്. അപ്പോൾ എലോൺ മസ്കിൻ്റെ വരവിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞു, ചൈനയിലുള്ള പല വമ്പൻ കമ്പനികൾ ഇന്ത്യയിലോട്ട് മൂവ് ചെയ്യാം. പക്ഷേ ഇന്ത്യക്ക് ഈ പറയുന്ന അതിന് തക്കതായ സ്കില്ലായിട്ടുള്ള ചെറുപ്പക്കാരും ടെക്നോളജിയുടെ അഭാവമുണ്ട്. നമ്മളിപ്പോൾ ചൈനയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടെക്നോളജിയിൽ നമ്മൾ വളരെ പുറകിലാണ്. ഇത് ചില ആൾക്കാർ വിഡ്ഢികൾ പറയുന്നല്ല, നമ്മൾ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ടെക്നോളജി ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും പല സെക്ടറിൽ. പക്ഷേ അവർ അമേരിക്കയുമായിട്ട് ഉടക്കിൽ പോകുമ്പോൾ ഇവരൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ കാറ്റർ ചെയ്ത് ഇന്ത്യയെ ഒരു അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകണം, അതിന് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ
അഡ്വൈസ് ചെയ്യാനുള്ള അതേപോലെയുള്ള ടാലൻറ്റഡ് മാൻ പവർ ഇന്ത്യയിലുണ്ട്. അത് വലിയ യഥാർത്ഥ സത്യമാണ്. ഇത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. കാരണം ആ തലത്തിലോട്ടാണ് പോകുന്നത്. നമ്മൾ ചൈനയുമായിട്ട് നേരിട്ടുള്ള ഫൈറ്റ് ഉണ്ടാകുമ്പോഴും അമേരിക്കയുമായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് ട്രേഡും പാർട്ട്ണർഷിപ്പും അമേരിക്കയുടെ പല വലിയ ജൈൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവർക്കതിന് വേണ്ടിയിട്ടുള്ള മാൻ പവറും സംഭവങ്ങളും ടെക്നോളജിയും ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് വെറുതെ ലാൻഡ് ഉണ്ടായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ചൈന അത് ടെക്നോളജിക്കലി അത് അഡ്വാൻസ് ചെയ്ത് മുമ്പിലെടുത്ത രാജ്യമാണ്. പക്ഷെ ചൈന എടുത്ത ഈ സംഭവങ്ങൾ അതിനെയൊക്കെ വെട്ടുന്ന തലത്തിലാണ് ഇലോൺ മസ്കിൻ്റെ AI എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കുന്നത് എല്ലാ തലങ്ങളിലും. അപ്പോൾ അതിനാണ് അതിൻ്റെ പ്രാധാന്യം. നമ്മൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണ് ഇലോൺ മസ്ക്. അത് ഒരാൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 100 മടങ്ങിലാണ് മുമ്പോട്ടാണ് ഇയാൾ പോകുന്നത്, അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇലോൺ മസ്കിനെ പോലെയുള്ള ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ടെക്നോളജി അല്ലെങ്കിൽ ചീഫ് അഡ്വൈസറായിട്ട് വരുമ്പോൾ ഈ ഇന്ത്യയുടെ മാറ്റം എന്ന് 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വിസിബിളായിട്ട് കാണാൻ സാധിക്കും എല്ലാ തലങ്ങളിലും. കാരണം ഇതേപോലെ ഒരു ഹ്യൂജ് കമ്പനികൾ ഇന്ത്യയിൽ വരുന്നു, ഇവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നു, ഇത്രയും ആൾക്കാർക്ക് ഇവിടെ ജോലി വരുന്നു. അതായത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ തന്നെ പറഞ്ഞ ഏകദേശം 500 ബില്യൻ്റെ എക്സ്പോർട്ടായിരിക്കും 2030 കൂടി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് റിസ്കി ഫാക്ടേഴ്സ് ഉള്ള സത്യം തന്നെയാണ് ഇന്ത്യയിലുള്ള മാനുഫാക്ചേഴ്സിനെ. പക്ഷെ അവരെ എങ്ങനെ കോമ്പറ്റീറ്റീവായിട്ട് ഇത് വളർത്തിയെടുക്കും, ഇതൊക്കെ ഈ വരാൻ പോകുന്ന ചീഫ് അഡ്വൈസറിൻ്റെ, അതായത് പ്രധാനമന്ത്രി അഡ്വൈസറിൻ്റെ ചുമതലയിലുള്ള കാര്യങ്ങളായിരിക്കും. എങ്ങനെ ഇന്ത്യക്കാരെ മാറ്റിയെടുക്കുക, അത് എല്ലാ തലങ്ങളിലുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാ തലങ്ങളും, എല്ലാ വെർട്ടിക്കൽസിലും. അപ്പം അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടുപ്പമുള്ള ഒരാൾ അമേരിക്കയിൽ പറഞ്ഞതിൻ്റെ കാര്യം, ഇതിനകത്ത് ചീഫ് അഡ്വൈസറാണ്, ടെക് അഡ്വൈസർ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പല ആവർത്തി ഇന്ത്യൻ മിഷൻ, അതായത് പ്രധാനമന്ത്രിയുടെ ടീമിനെ തന്നെ വിട്ടിട്ടുണ്ട് എലോൺ മസ്കുമായിട്ട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ 4-5 റൗണ്ട് സംസാരം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്രധാന 2-3 പ്രാവശ്യം ടെലിഫോണിൽ സംസാരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എലോൺ മസ്ക് സമ്മതം കൊടുക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പം അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഇതായിട്ട് വരുമ്പോൾ, അതായത് ചീഫ് അഡ്വൈസറായിട്ട് വരുമ്പോൾ അപ്പം മനസ്സിലാക്കുക, അമേരിക്ക പോലുള്ള രാജ്യമല്ല ഇന്ത്യ, ചൈന പോലുള്ള രാജ്യമല്ല ഇന്ത്യ. അതായത് സ്ക്രാച്ചാണ് ബേസിക്കലി. ഇപ്പം കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മേജറായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നല്ല ടെക്നോളജിയും മാൻ പവറും IT നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മളധികം ബാക്ക് എൻഡ് വർക്കുകളാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞിടയ്ക്കാണ് ചില ഓഫീസുകൾ IT-യുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായിട്ടുള്ള അഡ്വാൻസ്ഡ് വർക്കുകൾ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ AI-യുടെ പിതാവ് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ചേഞ്ചസ് ലോകത്ത് മുഴുവനും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. ഇപ്പോൾ അത് ലൂപ്പ് ട്രെയിൻ വരുന്ന അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത്, ഏവിയേഷൻ്റെ പുതിയ എയർക്രാഫ്റ്റ് കൊണ്ടുവരുന്നു, അങ്ങനെ പലതും. അപ്പോൾ ഇതൊക്കെ എവിടെയാണ്, എനർജി സെക്ടറിലാണെങ്കിലും ഏതൊക്കെ സെക്ടറിലാണെങ്കിലും ഇപ്പോൾ എലോൺ മസ്കിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയുടെ കംപ്ലീറ്റ് ഫേസ് മാറ്റിയെടുക്കാൻ ഈ 47-37 ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഏകദേശം 4-5 വർഷം കൊണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ മാറും. ആ ഒരു ചേഞ്ചാണ് ഞാനിത് ഈ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിന് പറ്റിയ പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. കാരണം പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഇൻവൈറ്റ് ചെയ്ത് നല്ല കഴിവുള്ളവരെ കൂടെ നിർത്തും. അപ്പം അതിൻ്റെ പേരിലാണ് റെയിൽവേയിലാണെങ്കിലും നിതിൻ ഗഡ്കരി ആണെങ്കിലും പല സെക്ടറിലും ഇപ്പോൾ ഈ പോർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി AI ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിന് എലോൺ മസ്കും കൂടെ കാരണമായി കഴിഞ്ഞാൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിലാകും. ഇപ്പോഴത്തെ നമ്മുടെ 5G എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം. 5G എന്ന് പറയുന്നത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി 5G ഉപയോഗിച്ചവർക്കറിയാം ഇന്ത്യയിലെ 5Gയുടെ സ്പീഡ് എന്തുവാണ്. ഞാൻ കുറ്റമായിട്ട് പറയുമല്ല, കാരണം നമുക്ക് ആ രീതിയിലാകുവാൻ വേണ്ടി സമയമെടുക്കും. കാരണം ഒരു മെച്ചുറാകാൻ വേണ്ടിയുള്ള സമയമുണ്ടല്ലോ. ഇവിടെ എല്ലാ തലങ്ങളും, ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസിൽ എല്ലായിടത്തും മാറ്റമുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ കഴിഞ്ഞിടയ്ക്ക് വേറെ ഇയാളെ പറ്റി ആർട്ടിക്കിൾ വായിച്ചു. ഇപ്പോൾ 6th ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട
അമേരിക്കൻ ഫൈറ്ററിനൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത് എലോൺ മസ്കാണ്. അപ്പോൾ 6th ജനറേഷൻ 7th ജനറേഷനൊക്കെ എലോൺ മസ്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിക്കൂടായേ ഇല്ല. അതാ ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് അതിൻ്റെ 10 മടങ്ങ് മുമ്പിലാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ടുള്ള പോക്ക്. അത് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സെക്ടർ ആണെങ്കിലും ഹെൽത്ത് സെക്ടർ ആണെങ്കിലും ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാ സെക്ടറിലും. അപ്പോൾ ആ ചേഞ്ച് ഇന്ത്യയിൽ വരുവാൻ എലോൺ മസ്കോട് കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഡിസ്കഷൻ അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മസ്കിൻ്റെ സംഭാവനയോടുകൂടി നമ്മൾ എവിടെ എത്തിച്ചില്ല. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആ ടീമിനും അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്പേസും ടെക്നോളജിയും ഒക്കെ ISRO ഈ സംഭവങ്ങൾക്കൊന്നും വലിയ ആയുസൊന്നും കാണത്തില്ല മസ്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ചന്ദ്രന് മനുഷ്യനെ തന്നെ നമ്മൾ പല അങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങും. ഇവിടുന്ന് തന്നെ ലോഞ്ച് ചെയ്യും. ഇതാണ് അതിൻ്റെ മാറ്റം എന്ന് പറയും. കാരണം അത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. അപ്പോൾ അത് ചൈനയെക്കാളും 4 മടങ്ങ് 5 മടങ്ങ് മുമ്പിൽ ചിന്തിക്കുന്നയാളാണ് ഈ പറയുന്ന എലോൺ മസ്ക്. ആ രീതിയിലായിരിക്കും ഇന്ത്യയെ മാറ്റിയെടുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള പല വ്യാഖ്യാനങ്ങളും പല ആൾക്കാരും പേഴ്സണൽ ടോക്സിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്ത നല്ലൊരു മൂവ് തന്നെയാണ് എലോൺ മസ്കിനെ ഇന്ത്യയുടെ ചീഫ് അഡ്വൈസറായിട്ട് പ്രധാനമന്ത്രിയുടെ അഡ്വൈസറായിട്ട് കൊണ്ടുവരികയും ഇന്ത്യയിൽ ഇന്നുണ്ടാകുന്ന ലോകത്ത് ഇന്നുണ്ടാകുന്ന ഗ്ലോബൽ ടാരിഫുമായിട്ട് അമേരിക്ക ചൈന ഇഷ്യൂ ഇതായിട്ട് ഇന്ത്യക്ക് ഏത് രീതിയിലുള്ള ഇൻപുട്സ് ആണ് കൊടുക്കേണ്ടത് അതിന് ആൾക്കാർ പ്രിപ്പയർ ചെയ്തെടുക്കുവാൻ വേണ്ടി എലോൺ മസ്കിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കഴിയും. കാരണം നല്ലൊരു കോമ്പിനേഷനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അതുമല്ല പല ടെക്നോളജി ഒബ്സലീറ്റായ സംഭവമുണ്ട്. അതൊക്കെ മാറ്റി AI പുതിയ സാങ്കേതിക വിദ്യയിൽ സംഭവങ്ങളൊക്കെ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹി വരെ പോകുവാൻ ട്രെയിനിൻ്റെ സ്പീഡ്, അതായത് രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എത്തുന്ന രീതിയിലുള്ള ടെക്നോളജി വരെ ഈ പറയുന്ന എലോൺ മസ്കിൻ്റെ കയ്യിലുണ്ട്. കാരണം അതേപോലെ ബോറിംഗ് മെഷീൻ, അതായത് ഭൂമി തുരക്കുന്ന യന്ത്രം, അതിപ്പോൾ 1 മാസം കൊണ്ട് 1 കിലോമീറ്റർ ചെയ്യുന്ന സംഭവം ഏകദേശം 1 ദിവസം കൊണ്ട് 16 കിലോമീറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ മുഴുവൻ തുറക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ സമയം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം അയാളുടെ ബോറിംഗ് കമ്പനി ഉണ്ട് അമേരിക്ക, ഭയങ്കര സക്സസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാ തലങ്ങളിലും സക്സസ് ആയ ഒരു മനുഷ്യൻ, ഏവിയേഷൻ ആണെങ്കിലും AI ആണെങ്കിലും ന്യൂറോ ചിപ്പാണ്, എല്ലാ രീതിയിലും. അപ്പോൾ അയാളെ പോലെ അഡ്വൈസറായിട്ട് നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുവാണെങ്കിൽ, അതായത് പോപ്പുലറായിട്ടുള്ളൊരു പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു, ഇതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ലീഡർ, ഉറപ്പായിട്ടും നമ്മൾ അതിശക്തമായ ചൈനയെ നമ്മൾ വെട്ടും. 100% 5 or 6 വർഷം കഴിയുമ്പോൾ നമ്മൾ ചൈനയെ വെട്ടും. ആ രീതിയിലുള്ള പോക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്ന മാസ്റ്റർ സ്ട്രോക്ക്. അപ്പോൾ ഇതിന് ട്രംപിൻ്റെ എല്ലാ പിന്തുണയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.